നമസ്കാരം. കണ്ണോടിക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും പ്രധാനമായി നൽകിയിരിക്കുന്നത് 3 വാർത്തകളാണ്. ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുഖമായ വയനാട് സന്ദർശിക്കുന്ന വാർത്തയും 33ാം ഒളിമ്പിക്സിന് ഇന്ന് സമാപനമാകുന്നു എന്നുള്ള വാർത്തയാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത് ഹിൻഡൻബർഗ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. പ്രധാന വാർത്തകളോടൊപ്പം മറ്റുള്ള വാർത്തകളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ പത്രങ്ങളും സമീപിച്ചിരിക്കുന്നത്. നോക്കാം വിശദമായി. ആദ്യം തന്നെ ജന്മഭൂമി പത്രം നമ്മൾ പരിശോധിച്ചാൽ അതിൽ കണ്ടെറിഞ്ഞു എന്നുള്ള തലക്കെട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ സന്ദർശിക്കുന്ന ഒരു ചിത്രം അടങ്ങിയിട്ടുള്ള ഒരു വാർത്തയാണ് ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അത് കവർ പേജാണ്. വീണ്ടും ഒന്നാമത്തെ പേജിലേക്ക് വരുമ്പോൾ കണ്ടെറിഞ്ഞു എന്നുള്ള തലക്കെട്ടിന് ബാക്കിയായി കണ്ണീരൊപ്പിയും എന്നുള്ള തലക്കെട്ടോടുകൂടി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജസില എന്ന കൊച്ചു പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നരേന്ദ്രമോദി മാറോട് അണിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ജന്മഭൂമി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ പേജിൽ മറ്റ് വാർത്തകളൊന്നും ഇടം പിടിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതുമായുള്ള ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമതായി ദീപിക പത്രം പരിശോധിച്ചാൽ ദീപികയിൽ ആദ്യം തന്നെ പ്രധാനമായും കൊടുത്തിട്ടുള്ള വാർത്ത പാരീസ് ഒളിമ്പിക്സിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യത്തെ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാലും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. കൊടിയിറക്കം വിധി ദിനം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് ഇന്ന് സമാപിക്കും, വിനേഷ് ഫോഗാട്ടിന്റെ അപ്പീലിൽ ഇന്ന് വിധി വരും എന്നുള്ള സബ് ഹെഡിങ് നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത് വരുമ്പോൾ സ്വാഭാവികമായി ഹൃദയം വിങ്ങി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ തലക്കെട്ടോടുള്ള വാർത്തയാണ്. അദ്ദേഹം ചൂരൽമല സ്കൂൾ റോഡ് ഭാഗത്ത് ഉരുൾപൊട്ടി ഒഴുകിയ പ്രദേശം സന്ദർശിക്കുന്ന ചിത്രം അടങ്ങിയിട്ടുള്ള ഒരു വാർത്തയാണ് ആദ്യത്തെ പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. വീണ്ടും ദീപികയുടെ ഉൾപേജ് പരിശോധിക്കുമ്പോൾ, അതായത് ഒന്നാമത്തെ പേജിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ കുത്തകയ്ക്കെതിരെ പുതിയ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നുള്ള വാർത്തയും അവിടെ പ്രധാനമായും കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വൻ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നുള്ള കാര്യം അമേരിക്കൻ നിക്ഷേപ ഗവേഷണ സ്ഥാപനമാണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്നത്. അവർ നേരത്തെ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ പുറത്തുവിടുമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും ദീപികയിൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഇനി ദേശാഭിമാനി പത്രം പരിശോധിച്ചാൽ ആദ്യത്തെ വാർത്ത തന്നെ കണ്ടും കേട്ടും പ്രധാനമന്ത്രി മടങ്ങി, പ്രഖ്യാപനം കാത്ത് എന്നുള്ള തലക്കെട്ടോടുകൂടി വയനാട് മുണ്ടക്കയിൽ സൈനികർ നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ ദുരന്ത മേഖലയിലേക്ക് നടന്നു പോകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം അടങ്ങിയ ഒരു വാർത്തയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. അതായത് അവിടുത്തെ ദുരന്തബാധിത പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു, ദുരിതബാധിതരെ സന്ദർശിച്ചു, അവരുടെ സങ്കടങ്ങളെല്ലാം കണ്ടുകേട്ടറിഞ്ഞു. പ്രഖ്യാപനം കാത്തിനി കേരളം എന്നുള്ള തലക്കെട്ടോട് കൂടിയാണ് ദേശാഭിമാനി പത്രം ഈ വാർത്തയെ സമീപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ പേജിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു വാർത്ത സ്വാഭാവികമായും ഒളിമ്പിക്സിനെ സംബന്ധിച്ചുള്ളതാണ്. ഒളിമ്പിക്സിന് ഇന്ന് സമാപനം, പാരീസ് കണ്ണട. കൂടാതെ ഒളിമ്പിക്സിൽ വനിതകളിലെ ഓൾറൗണ്ടർ റിതമിക് ജിംനാസ്റ്റിക്സിൽ സ്വർണ്ണം നേടിയ ചൈനീസ് ടീമിന്റെ പ്രകടനം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് രണ്ടാമതായി പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല, ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി സംബന്ധിച്ചുള്ള വാർത്തയാണ്. സെബി മേധാവിക്ക് അദാനിയുടെ കമ്പനിയുമായി നിഴൽ ബന്ധം എന്നുള്ള വാർത്തയാണ് മൂന്നാമതായി പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതായത് ഓഹരി വിപണിയിലെ പരമോന്നത നിയന്ത്രണ ഏജൻസിയാണ് സെബി എന്ന് പറയുന്നത്. അതിന് ചെയർപേഴ്സണായ മാധബി പുരിക്കും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ നിഴൽ കമ്പനികളിൽ പങ്കുണ്ടെന്നുള്ള അതീവ ഗൗരവമായ വെളിപ്പെടുത്തലാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതാണ് മൂന്നാമതായി പ്രധാനപ്പെട്ട ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. ഇനി മലയാള മനോരമ പത്രം പരിശോധിച്ചാൽ മനോരമയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി 3 വയസ്സുകാരി നൈസ എന്ന പെൺകുട്ടിയുമായിട്ടുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ്. ചികിത്സയിൽ കഴിഞ്ഞവരെ സന്ദർശിക്കാൻ മേപ്പാടിയിലെ ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന് കൂടെ നൽകിയിരിക്കുന്ന വാർത്ത കേരളത്തിനൊപ്പം എന്ന് പ്രധാനമന്ത്രി പറയുന്നതാണ്. അതായത് പുനരധിവാസം ആശങ്ക വേണ്ട. ഇന്നലെ വയനാട് ദുരന്തബാധിത മേഖല സന്ദർശിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു പുനരധിവാസത്തെ പറ്റി ആശങ്കകളൊന്നും വേണ്ട, പണം ഒരു തടസ്സമാകില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ വാർത്ത തന്നെയാണ് മലയാള മനോരമയിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത സെബി മേധാവിക്ക് അദാനി ബന്ധമുള്ള രഹസ്യ നിക്ഷേപം എന്നുള്ള ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ധനുജകുമാരി ചൂളയിൽ തെളിഞ്ഞ പാഠപുസ്തകം എന്നുള്ള തലക്കെട്ടോടുകൂടി ഒരു സ്പെഷ്യൽ സ്റ്റോറി ആയിട്ടാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ പേജിൽ തന്നെ. അതായത് വീടുകളിൽ മാലിന്യം ശേഖരിക്കാൻ എത്തുന്ന ഹരിതകർമ്മ സേനാംഗം എസ് ധനുജകുമാരി എഴുതിയ ഒരു പുസ്തകമാണ്
പുസ്തകത്തിന്റെ പേര് തന്നെ പാഠപുസ്തകം എന്നുള്ളതാണ്. അവർ എഴുതിയ പുസ്തകം കണ്ണൂർ സർവകലാശാലയിൽ BA-ക്കും കാലിക്കറ്റിൽ MA-ക്കും വിദ്യാർത്ഥികൾ പഠിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് മനോരമ മൂന്നാമത് നൽകിയിരിക്കുന്ന ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഇനി കേരള കൗമുദി പരിശോധിച്ചാൽ കേരള കൗമുദിയിൽ ആദ്യം തന്നെ പ്രധാനമായി നൽകിയിരിക്കുന്ന വാർത്ത ദുരന്തഭൂമിയുടെ തേങ്ങൽ തൊട്ടെറിഞ്ഞു മോദി, കണ്ണീരൊപ്പാൻ പണം തടസ്സമല്ല എന്നുള്ള തലക്കെട്ടോടുകൂടി നരേന്ദ്രമോദി ചൂരൽമല സന്ദർശിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയൊരു ചിത്രം കൊടുത്തിട്ടുള്ളത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജസീലയുടെ മകൾ നൈസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരി പുണരുന്നു എന്നുള്ള ചിത്രമാണ്. ഇതേ ചിത്രം തന്നെ മറ്റുള്ള പത്രങ്ങളും നൽകിയിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. കേരള കൗമുദിയുടെ ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യത്യസ്ത വാർത്ത ബാങ്കുകൾക്ക് സ്വയം പലിശ നിശ്ചയിക്കാം റിസർവ് ബാങ്ക് എന്ന തലക്കെട്ടോടുള്ള ഒരു വാർത്തയാണ്. അതായത് പലിശ നിയന്ത്രണം എടുത്തു കളഞ്ഞതിനാൽ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും നിരക്ക് നിശ്ചയിക്കാൻ വാണിജ്യ ബാങ്കുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് വ്യക്തമാക്കി എന്ന് തുടങ്ങുന്ന വാർത്തയാണ് കേരള കൗമുദിയിൽ പ്രധാനമായി നൽകിയിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത. പിന്നെ ചെറിയ കോളത്തിലായിട്ട് 2 സൈനികർക്ക് വീരമൃത്യു, നീറ്റ് PG പരീക്ഷ ഇന്ന്. ഈ 2 വാർത്തകളും ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെടുത്താൻ കേരള കൗമുദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി മാധ്യമ പത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ മാധ്യമ പത്രത്തിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന വാർത്ത സ്വാഭാവികമായി നരേന്ദ്രമോദിയുടെയാണ്. നൈസ എന്നുള്ള പെൺകുട്ടിയെ ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം അടങ്ങിയ ഒരു വാർത്തയാണ് മാധ്യമ പത്രം ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്. കേന്ദ്ര സഹായ പാക്കേജിൽ പ്രധാനമന്ത്രിക്ക് മൗനം, കണ്ടു മടങ്ങി എന്നുള്ള തലക്കെട്ടോട് കൂടിയുള്ളതാണ്. വയനാട് സന്ദർശിച്ച സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജിനായി കേരളം കാത്തിരിക്കുകയാണ്. അതായത് കേന്ദ്ര സഹായ പാക്കേജിൽ പ്രധാനമന്ത്രിക്ക് മൗനം, ആ കാര്യത്തിൽ മാത്രം വന്ന് സന്ദർശിച്ചെങ്കിലും അക്കാര്യത്തിൽ മാത്രം പാക്കേജിന്റെ കാര്യത്തിൽ മാത്രം പ്രധാനമന്ത്രിക്ക് മൗനമെന്ന് അടങ്ങിയിട്ടുള്ള ഒരു വാർത്തയാണ് മാധ്യമ ആദ്യം തന്നെ നൽകാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. കൂടാതെ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എന്നുള്ള വാർത്തയും അതിന്റെ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. കുറിപ്പ് കൈമാറി വിശദമായ നിവേദനം പിന്നീട് സമർപ്പിക്കുന്നുള്ള വാർത്തയും അതിനൊപ്പം തന്നെ ആദ്യത്തെ പേജിൽ തന്നെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് മാധ്യമം. രണ്ടാമതായി പ്രധാനപ്പെട്ട വാർത്ത മറ്റു പത്രങ്ങളൊന്നും ഉൾപ്പെടാത്ത വിധത്തിൽ കൊടുത്തിട്ടുള്ളത് മാധ്യമമാണ്. അതായത് ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബിട്ട് 100-ലേറെ മരണം ഉള്ള വാർത്ത മാധ്യമം നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മധ്യ ഗസയിലെ അലക്സ് ആശുപത്രിക്ക് പുറത്തിരുന്ന് കരയുന്ന ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റ ബാലന്റെ ചിത്രം അടങ്ങിയ ഒരു വാർത്തയാണ് മാധ്യമത്തിൽ പ്രധാനമായും കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത അദാനി ഗ്രൂപ്പിന്റെ നിഴൽ കമ്പനികളിൽ സെബി സെക്ഷന് നിക്ഷേപം എന്നുള്ള മറ്റു പത്രങ്ങളിലെല്ലാം നൽകിയിരിക്കുന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമം പ്രധാനമായി നൽകിയിരിക്കുന്ന മൂന്നാമത്തെ വാർത്ത. പിന്നെ ചെറിയ കോളത്തിലായി കാശ്മീരിൽ ഏറ്റുമുട്ടൽ, 2 സൈനികർക്ക് വീരമൃത്യു. അതിന്റെ താഴെയായി TV സോമനാഥൻ ക്യാബിനറ്റ് സെക്രട്ടറി എന്നുള്ള വാർത്ത. അതിന് താഴെയായി വീണ്ടും പാലക്കാട് മലപ്പുറത്തും ഓറഞ്ച് അലേർട്ട്, വീണ്ടും ഉണ്ടാപ്പക വെട്ടിയേറ്റ കൊലക്കേസിൽ പ്രതി മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഈ വാർത്തകളെ പറ്റിയെല്ലാം ഈ ചെറിയ കോളത്തിൽ നൽകിയിരിക്കുന്ന വാർത്തകളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളെല്ലാം ഉൾപേജുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. വീണ്ടും മാതൃഭൂമി പത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത തനിച്ചല്ല കേരളം എന്നുള്ള തലക്കെട്ടോടുള്ള വാർത്തയാണ്. നൈസ എന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം സഹിതം നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ആകർഷകമായ രീതിയിൽ നൽകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തനിച്ചല്ല കേരളം എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി ആ വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. കൂടാതെ വയനാടിനെ ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സബ് ഹെഡിംഗ് അടക്കം വാർത്തകൾ വിശദമായി അവർ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ മറ്റ് വാർത്തകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ് ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. പ്രധാനമായി നൽകിയിരിക്കുന്ന വാർത്തകൾക്കും പുറമെ ഉൾപേജുകൾ ഇടം പിടിച്ചിട്ടുള്ള എന്നാൽ പ്രധാനപ്പെട്ട വാർത്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള വാർത്ത എല്ലാ പത്രത്തിലും നൽകിയിട്ടുണ്ട്. അതായത് കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ള വാർത്തയാണ്. അത് എല്ലാ പത്രത്തിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഉൾപേജുകളിലാണെന്ന് മാത്രമാണ്. ഈ സംഭവം നടക്കുന്നത് കൊൽക്കത്ത RG മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഒരു വനിതാ ഡോക്ടർ, ട്രെയിനി വനിതാ ഡോക്ടറായിരുന്നു. അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ജൂനിയർ ഡോക്ടർമാർ നടത്തിയ പ്രതിഷേധം ഉൾപ്പെടെയുള്ള ചിത്രം സഹിതം മാതൃഭൂമി പത്രം കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതേസമയം മാധ്യമത്തിൽ പ്രധാനമായും കൊടുത്തിട്ടുള്ള വലിയൊരു തലക്കെട്ടിൽ കൊടുത്തിട്ടുള്ള വാർത്തയായിരുന്നു ഗസയിലെ സ്കൂളിൽ ഇസ്രായേൽ ആക്രമണം എന്നുള്ളത്. അത് നമ്മൾ മാതൃഭൂമി പത്രത്തിലേക്ക് പരിശോധിച്ചാൽ മാതൃഭൂമി പത്രത്തിന്റെ ഏറ്റവും ഉൾപേജിൽ, അതായത് 9ാമത്തെ പേജിലാണ് ആ വാർത്ത ഉൾപ്പെട്ടിട്ടുള്ളത്. അതും ചെറിയ കോളത്തിലായിട്ടാണ് അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൂടാതെ കൗമുദിയുടെ ഉൾപേജ് പരിശോധിച്ചാൽ കാലാവധി ജൂലൈയിൽ തീരും, LD ക്ലാർക്ക് റാങ്ക് ലിസ്റ്റ് നിയമനം 30% മാത്രം എന്നുള്ളൊരു സ്പെഷ്യൽ സ്റ്റോറി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതായത് കാലാവധി പൂർത്തിയാകാൻ 1 വർഷം മാത്രമേ ഇനിയുള്ളൂ. ജില്ലാ അടിസ്ഥാനത്തിലുള്ള LD ക്ലാർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം നടന്നിട്ടുള്ളത് വെറും 30% മാത്രമാണ്. അതൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ് കൗമുദിയുടെ. അവരെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എല്ലാ പത്രത്തിലും നമ്മൾ കണ്ണോടിച്ചാൽ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാർത്ത നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വയനാട് ദുരന്തഭൂമി സന്ദർശിക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം അടങ്ങിയിട്ടുള്ള വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ എല്ലാ പത്രങ്ങളും ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധേയമാണ്. എന്നാൽ ഉൾപേജിൽ നമ്മൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ചില പത്രത്തിന്റെ ഉൾപേജിൽ
വീണ്ടും വിശദമായിട്ട് ആ വാർത്തയെ സംബന്ധിച്ചുള്ള ഓരോ ചിത്രങ്ങളടക്കമുള്ള വാർത്തയും അവർ നൽകാൻ ശ്രമിച്ചിട്ടുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ചില പത്രങ്ങളിൽ ആദ്യത്തെ പേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന വാർത്ത മറ്റുള്ള പത്രങ്ങളിലെ ഉൾപേജുകളിലാണ് എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാതെ ഇന്ന് ഞായറാഴ്ച ദിവസമായിട്ട് എല്ലാ പത്രങ്ങളിലും ഒപ്പം തന്നെ സപ്ലിമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ സപ്ലിമെന്റും സമീപിച്ചിരിക്കുന്ന വ്യത്യസ്തമായ വാർത്തകളാണ്. വ്യത്യസ്തമായ വാർത്തകളുമായിട്ടാണ് ഓരോ സപ്ലിമെന്റും വന്നിരിക്കുന്നത്. ഇന്നത്തെ പത്രങ്ങൾ എല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും കാണാം.